നമുക്ക് ഇവയിട്ട് വെച്ചാൽ BPOൻ്റെ വലിയ തവളയിലുണ്ടല്ലോ ചെറിയ തവളയുടെ ഒരു വീഡിയോ ഉണ്ടാ ഇന്ന് നമ്മുടെ ചില തവളകൾ മറ്റുള്ള തവളകൾ ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയും പണി കിട്ടും. കഴുത്തിൽ നിന്ന് എടുക്കേണ്ടി വരും. ഈ തവളയൊക്കെ കുറേ നാൾ നമ്മുടെ ചാനലിലാർക്കും വേണ്ടാണ്ട് കിടന്നിട്ടാണ് പോയിട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക്ലേഡ്സ് വ്ലോഗ്. അപ്പോൾ ടാക്ലേഡ്സ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയുടെ എല്ലാ കുട്ടികളും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫ്രോഗ് എടുക്കുന്നുണ്ട്. ഈ ഫ്രോഗാണ് കേട്ടോ, BPOൻ്റെ ഒരു സൗണ്ടുള്ള ഫ്രോഗാണ്, ഹൈഡോ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ഫ്രോഗ് നമ്മൾ എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ V6 ഫ്രോഗ് ഉരുകിപ്പോയി. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വർക്കുള്ളായിട്ട് ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉരുകി ഇതുണ്ട ഫ്രണ്ട് ഭാഗം ഉരുകിയ ഒരു ഹോള് പോലെ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ തായ്ലാൻഡ് പെട്ടെന്ന് നശിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവനങ്ങോട്ട് ഇറക്കണേ. ഇവൻ ഓൾറെഡി എൻ്റെ ഓർമ്മ ഇരിക്കണം, എൻ്റെ മൗത്ത് മോശമായി തുടങ്ങി. കുറേ ദിവസം ഇരുന്ന് നിങ്ങൾ ഉരുകും. അപ്പോൾ എന്തായാലും നമ്മൾ ഇവനെ ഇറക്കി ഇവനൊന്ന് കാസ്റ്റ് ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫിഷിംഗ് ഹബിലെ ജിബിൻ ചേട്ടനെ നമ്മളിവിടെ ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ട ക്ലിപ്പിലുള്ള ആക്ഷനാണ് അതിൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ള ആക്ഷൻ. ഒരു സൗണ്ടും ഉണ്ട് അതിന് ചെറിയ. BPOൻ്റെ ഫ്രോഗിൽ ഹൈഡോ എന്ന് പറഞ്ഞ മോഡൽ. ഒന്നടിച്ചെന്നറിയാമോ? എവിടെ നിന്നാണെന്നറിയാമോ? അവിടെ നിന്ന് വന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഒന്നടിച്ച് ഓക്കെ അവരുണ്ട്. വെള്ളത്തിന്റെ ഭാഗിട്ട് വലിച്ചേ ഇല്ലില്ല, അവിടെ ഇല്ല. വലിച്ചു നോക്കിയായിരുന്നു. ഒന്ന് വലിച്ചു നോക്കട്ടെ. അത് ഞാൻ ചോദിക്കണത് ഞാൻ അതിനേലും വലുതെടുത്തിടാൻ വേണ്ടി നോക്കണേ. അപ്പോഴാണ് അവൻ ഇത് വലിച്ചു നോക്കിക്കൊണ്ടത്. ഇല്ല, വലിക്ക്. രണ്ടുപേരും വലിച്ചാലേ അടിക്കുള്ളത്. ദീപുലി വരുന്നതാണെന്നായിരിക്കും രണ്ടാമത്തെ. അല്ലെങ്കിൽ വന്നു, അല്ലെങ്കിൽ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ടോ? ഇങ്ങോട്ടുണ്ടാകാൻ പറഞ്ഞില്ലേ? അവിടെ ഉണ്ടോ? ഇങ്ങോട്ടുണ്ടാകാൻ പറഞ്ഞില്ലേ? ഇങ്ങോട്ടുണ്ടാകാൻ പറഞ്ഞില്ലേ? മറ്റേതാ നീരകത്ത് വന്നു. ഓ, നീ പഠിക്കൂലല്ലോ. അപ്പൊ ഇതല്ലേ അടിച്ചത്? അല്ലല്ല, എന്റെ മാതാവ്. എടി, ഇത് ഞാൻ 2 പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ? ആണോ? അതാദ്യം വെട്ടിയിട്ട് എടുത്തില്ല നമ്മളാ, പിന്നെയാണ് വന്നെടുത്ത്. തവള കണ്ണാക്കിലാണ് BPOൻ്റെ തവളേട്ടാ, ഒച്ചപ്പാടുള്ള തവള. തവള അവൻ അത്യാവശ്യം എണ്ണാക്കിലേക്ക് എടുത്ത് മിണിങ്ങി. ഇവിടെ BPOനെ അടിച്ചിട്ട് തവള കാണാനും കൂടി ഇല്ലട്ടാ.
വേണ്ട ചകിളപ്പൂവിൻ്റെ ഇടയിൽ നിന്ന് എടുക്കേണ്ട അവസ്ഥ വരും ചില തവളകൾ. അടിക്കണ്ട കുറേ നേരം പൊട്ടിക്കാണ്ട് നോക്കിയെങ്കിലും പൊട്ടിക്കേണ്ടി വന്നു ചിലപ്പോൾ. അടിച്ചിട്ട് തവള കാണാനും കൂടി ഇല്ല കേട്ടോ. വേണ്ട ചകിളപ്പൂവിൻ്റെ ഇടയിൽ നിന്ന് എടുക്കേണ്ട അവസ്ഥ വരും ചില തവളകൾ. എൻ്റെ തവള അണ്ണാക്കി പോയി, എൻ്റെ അരമണിക്കൂർ പോയി എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള റിസൾട്ടുള്ള തവളകൾ ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയും പണി കിട്ടും. കഴുത്തിൽ നിന്ന് എടുക്കേണ്ടി വരും.